ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഈദ് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി റെഡിയാക്കണത് കണ്ടാലേ. ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് ദം ചെയ്യുമ്പോൾ ഇടാനായിട്ട് സവാള, പിന്നെ കശുവണ്ടി, മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്, മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ചിക്കൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് സവാള 2 സവാളയാണ് അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 കതിരി വേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. പിന്നെ 2 തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട്. പച്ച മസാലയിലെ കേട്ടോ നമ്മൾ ചിക്കൻ മസാല റെഡിയാക്കണത് ബിരിയാണിക്കുള്ള. ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ അരിഞ്ഞ് വെച്ച സവാളയും ഇഞ്ചിയും ഒക്കെ ഇല്ലേ, അതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് പച്ചമുളക് ചതച്ചിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മസാലപ്പൊടി 1 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എരിവുള്ള മുളക് പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, 2 പൊടി വിനാഗിരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ഒരു പാത്രം തൈര് ഉണ്ടല്ലോ, അത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കട്ട പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. ബിരിയാണിക്കുള്ള അരി 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകിയിട്ട് ഒന്ന് വെള്ളമൊഴിച്ച് കുതിർത്ത് വെക്കാം. വെള്ളമൊഴിച്ച് വേണം കഴുകിയെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളമൊഴിച്ച് വെച്ചേക്കാം കേട്ടോ. അരമണിക്കൂർ നമുക്കിതിങ്ങനെ സോക്ക് ചെയ്ത് വെക്കാം. അരി തിളപ്പിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ 2 ബേ ലീഫ്, 2-3 പട്ട, ഏലക്ക, കറിയാമ്പൂ, ജാതിപത്രി ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് കൂട്ട, ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് വെള്ളവും തിളച്ച് വരട്ടെ. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സവാളയും കശുവണ്ടി മുന്തിരിയൊക്കെ ഇല്ലേ, അതും വേപ്പിലയൊക്കെ കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ഈ ചിക്കനും ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് തൈര് മെൽറ്റായി വന്നത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കന് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ ചിക്കനൊന്ന് വെന്ത് കഴിയുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് ചിക്കൻ വേവിക്കാൻ വെച്ചത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടന്ന് ഈ ചിക്കനൊന്ന് വേവട്ടെ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. റൈസ് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഊറ്റിയിടാം. ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ട് മസാലയൊക്കെ ഒന്ന് നല്ലോണം ചിക്കനിലേക്കൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചോറ് ദം ചെയ്തെടുക്കാം. കുറച്ച് മഞ്ഞ കളർ എടുത്തിട്ടുണ്ട് കേട്ടോ, ഫുഡ് കളറ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് ഈ പൈനാപ്പിളിൻ്റെ എസൻസാണ് കേട്ടോ. ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മസാല ഞാൻ എടുത്തിട്ട് ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ദം ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ചോറിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. ആദ്യം നമുക്കിത് കുറച്ച് ചോറിട്ട് കൊടുക്കാം. കുറച്ച് നമ്മൾ ആ കളറ് എടുത്തില്ലേ, അതും പിന്നെ പൈനാപ്പിളിൻ്റെ എസൻസും ഇല്ലേ, അതും കൂടി ഒഴിച്ച് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ. സവാളയും കശുവണ്ടിയും മുന്തിരിയും വേപ്പിലയും ഫ്രൈ ചെയ്തത്. കുറച്ച് മസാല ഞാൻ എടുത്ത് വെച്ചില്ലേ, അത് അവിടെ ഇവിടെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പിന്നെയും റൈസ് ഇട്ട് കൊടുക്കാം. അതിന് മുമ്പ് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. സവാളയൊക്കെ ഫ്രൈ ചെയ്തില്ലേ, നെയ്യ് ഒഴിച്ചാണ് ഫ്രൈ ചെയ്തത്. ആ നെയ്യ് ഒഴിച്ച് കൊടുക്കാം.
ഇപ്പം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി റൈസ് ഇട്ട് കൊടുക്കാം. ആ റൈസ് ഇട്ട് കൊടുത്തിട്ടതേ മസാല ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. ബാക്കി ഉണ്ടായിരുന്ന നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇട്ട് നമ്മൾ ലാസ്റ്റുള്ളതും കൂടി ഇട്ട് പിന്നെ മിൽമയുടെ നെയ്യുണ്ട്, അത് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ദം ചെയ്യാനായിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് ഈ ഒരു പാൻ ചൂടാക്കി എടുക്കണ്ട കേട്ടോ. അലൂമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് ഇങ്ങനെ എല്ലായിടത്തേക്കും വെച്ചിട്ടുണ്ട് കേട്ടോ, എയർ പോകാതെ. ഇനി നമുക്ക് ഈ മൂടി കൊണ്ട് അമർത്തി മൂടാം കേട്ടോ. അമർത്തി മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പാത്രം ഒന്ന് ചൂടായപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഭാരം വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിൻ്റെ മുകളിലൊക്കെ ചൂട് ഒന്ന് വരും. ആ സമയം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ബിരിയാണി ദം ചെയ്ത് വെച്ചത് നമുക്ക് തുറക്കാം കേട്ടോ. നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ. ഞാൻ രണ്ടാമതൊന്നും കൂടി ചൂടാക്കിയിട്ടാണ് ദം മാറ്റിയത്. നമുക്കിനി ഈ ചോറ് ഈ ഒരു പാത്രത്തിലേക്ക് മേളിൽ നിന്ന് മാറ്റിയിടാം. അങ്ങനെ ഞാൻ ചോറ് ഞാൻ പകർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കനും അതിൻ്റെ മസാലയും കൂടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. മസാല മാത്രമായിട്ട് ഞാൻ വെച്ചേക്കണേ കേട്ടോ. പീസുകൾ ഞാൻ ഈ ഭാഗത്ത് വെച്ച്